ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നോക്കാം. ഇത് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പം ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. 1 കിലോ ചിക്കനിലേക്ക് എല്ലോട് കൂടിയിട്ടുള്ളതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചതച്ച മുളകും, 1 ടീസ്പൂൺ കുരുമുളകും, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പകുതി നാരങ്ങയുടെ നീര് നന്നായിട്ട് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടാണ്. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇത് തണുത്ത് പോയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.